എല്ലായ്പ്പോഴും കേരളത്തിൻ്റെ ഒരു ഗേറ്റ് വേ ആയിട്ട് യാത്രക്കാർ നോർത്ത് ഇന്ത്യൻസും ആയത് മറ്റുള്ള ആൾക്കാരും കാണുന്നത് കൊച്ചി തന്നെയാണ്. ഒന്ന് നമ്മളുടെ കേരളത്തിൻ്റെ സെൻട്രൽ അല്ല ഒരു കൊമേഴ്ഷ്യൽ ക്യാപിറ്റലാണ്. അതുപോലെ ഏകദേശം നമ്മളുടെ ഭൂപ്രകൃതി അനുസരിച്ച് മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന എയർപോർട്ട് എന്നുള്ള രീതിയിലും പിന്നെ മറ്റുള്ള ഭാഗങ്ങളിലേക്കുള്ള കണക്ടിവിറ്റി കിട്ടുന്നു എന്നുള്ള രീതിയിലും അതൊരു നല്ലൊരു മാറ്റം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ശരിക്കും കൂടുതലും കേരളത്തിലേക്കുള്ള ആൾക്കാർ. നമ്മുടെ ഫ്ലൈറ്റുകളുടെ എണ്ണവും മറ്റു വിമാനത്താവളങ്ങളെ അപേക്ഷിച്ച് കൂടുതലാണ്. പിന്നെ എല്ലാ വിഭാഗങ്ങളിലേക്കും കൂടുതൽ കറക്റ്റായിട്ടുള്ള കണക്ടിവിറ്റി കിട്ടുന്നുണ്ട്. അതാണൊരു പ്രധാന കാര്യം. ഇന്ത്യയിലുള്ള ഏത് വിമാനത്താവളങ്ങളിലേക്കും കൂടുതൽ കണക്ടിവിറ്റി കൊച്ചിയിൽ നിന്ന് കിട്ടുന്നു. മറ്റ് ഇൻ്റർനാഷണൽ സെക്ടറിൽ നോക്കിക്കഴിഞ്ഞാലും കൂടുതൽ കണക്ടിവിറ്റി കൊച്ചിയിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് മറ്റ് ഇൻ്റർനാഷണൽ സെക്ടറിൽ നോക്കുമ്പോൾ നേരത്തെ നമ്മൾ പ്രധാനമായിട്ടും ആശ്രയിച്ചിരുന്നത് ഗൾഫ് രാജ്യങ്ങളെയാണ്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർ വരിക പോകുക എന്നുള്ളതിനായിരുന്നു. എന്നാൽ നേരെ മറിച്ച് ഇപ്പോൾ കൂടുതൽ പാസഞ്ചേഴ്സും പ്രധാനമായിട്ടും മറ്റുള്ള വലിയ വിമാനങ്ങളിൽ എമിറേറ്റ്സ്, ഖത്തർ പോലുള്ള വിമാനങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ യാത്രക്കാർ കൂടുതലും മറ്റ് രാജ്യങ്ങളിലേക്ക്, അതായത് യൂറോപ്പ്, അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്ന യാത്രക്കാരെയാണ് നമ്മൾ കൂടുതൽ കാണുന്നത് ഇപ്പം. അതോടൊപ്പം തന്നെ ഒരു വളരെ നല്ലൊരു ചേഞ്ച് വന്നേക്കുന്നത് കിഴക്കൻ മേഖലകളിലേക്കുള്ള യാത്രക്കാരുടെ എണ്ണം കൂടുന്നു എന്നുള്ളതാണ്. പണ്ട് നമുക്ക് സിംഗപ്പൂരിൽ നിന്ന് ഒരു വിമാനം ആണ് യാത്ര നമ്മൾ കൊച്ചിയിലേക്ക് വന്നുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ സിംഗപ്പൂരിൽ നിന്ന് തന്നെ 3 വിമാനങ്ങൾ ഡെയിലിയിൽ വരുന്നു. അതോടൊപ്പം തന്നെ മലേഷ്യയിൽ നിന്ന്, കൊലാലംപൂരിൽ നിന്ന് 4 വിമാനങ്ങൾ ഡെയിലി നമുക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം ആ ഭാഗങ്ങളിലേക്ക് കൂടുതൽ ഗ്രൂപ്പുകൾ മറ്റ് ഫോറിൻ ടൂർ എന്നുള്ള രീതിയിൽ പോകുന്നതും അതോടൊപ്പം തന്നെ വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുന്ന ആൾക്കാരുടെ എണ്ണം ആ ഭാഗങ്ങളിലേക്കും കൂടി എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. അപ്പോൾ ഇതാണ് നമ്മളുടെ യഥാർത്ഥത്തിൽ യാത്രക്കാരുടെ എണ്ണത്തിലുള്ള ഇത്തവണത്തെ പ്രധാന വർധനവ്. അത് ഇനിയും ആ രീതിയിൽ നിൽക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതുകൊണ്ടാണ് ഒരു വൻ വികസനത്തിലേക്ക് നമ്മൾ ഈ വളർച്ച കണക്കാക്കിക്കൊണ്ടാണ് പുതിയ ഇൻ്റർനാഷണൽ ടെർമിനലിന് നമ്മൾ രൂപം കൊടുത്തതിൻ്റെ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നതും പിന്നെ അത് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനുള്ള തീരുമാനമെടുത്തതും.